ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് പടിപൂജ. മകരവിളക്കിന്റെ തിരക്ക് കഴിഞ്ഞതോടെ സന്നിധാനത്ത് വീണ്ടും പടിപൂജ തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചൈതന്യം പോലെ തന്നെ പടികളിലും ചൈതന്യം ആവാഹിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ദീപാരാധനയ്ക്ക് പിന്നാലെയാണ് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പടിപൂജ നടത്തിയത്. 18 പടികളും കഴുകി വൃത്തിയാക്കിയ ശേഷം പടിയിൽ മാല ചാർത്തി പട്ടും വിളക്കും വെച്ചു. തുടർന്ന് ഓരോ പടിയും പൂജിച്ച് അഭിഷേകം നടത്തി. പിന്നാലെ പടിയിൽ കർപ്പൂരം കത്തിച്ച് പുഷ്പാർച്ചന. ഭക്തജന തിരക്കുള്ളതിനാൽ മണ്ഡല മകരവിളക്ക് സീസണിൽ പടിപൂജ നടത്തുന്നത് അപൂർവം ദിവസങ്ങളിലേക്ക് ചുരുക്കുകയായിരുന്നു. നിലവിൽ 2039 വരെ പടിപൂജയുടെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പടിപൂജ. ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിലെ പൂജകൾക്കും അവിടുത്തെ ചടങ്ങുകൾക്കും ഒക്കെ ഇതുപോലെ ഒരുപാട് സവിശേഷതകളുണ്ട്. സന്നിധാനത്തെ ഓരോ ആചാരങ്ങളും അങ്ങനെയാണ്. കൊമ്പൻ മീശയുള്ള അയ്യപ്പസ്വാമിയുടെ തിരുമുഖവുമായുള്ള എഴുന്നള്ളത്താണ് ഇതിലൊന്ന്. നായാട്ട് വിളിയും ശബരിമലയുടെ മറ്റൊരു പ്രത്യേകത. കൊമ്പൻ മീശയുള്ള യുവ പടയാളിയായ അയ്യപ്പസ്വാമി അതൊരു അപൂർവ കാഴ്ചയാണ്. പന്തളത്ത് നിന്ന് കൊണ്ടുവന്ന തിരുവാഭരണത്തിലെ തിടമ്പിലാണ് ഇങ്ങനെ ഒരു തിരുമുഖം. യോദ്ധാവാകാൻ പന്തളം വിട്ടിറങ്ങിയ അയ്യപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് തിരുവാഭരണങ്ങൾ നിർമ്മിച്ചത്. അതുകൊണ്ടാകാം കൊമ്പൻ മീശ എന്നാണ് വിശ്വാസം. മണിമണ്ഡപത്തിൽ നിന്ന് സന്നിധാനത്തിലേക്കുള്ള എഴുന്നള്ളത്തിലാണ് ഈ തിടമ്പ് ഉപയോഗിക്കുന്നത്. എഴുന്നള്ളത്ത് 18-ാം പടിക്ക് താഴെ എത്തിയാൽ നടക്കുന്ന അപൂർവമായ ചടങ്ങാണ് നായാട്ടുവിളി. അയ്യപ്പന്റെ ജീവചരിത്രത്തിലെ വന്ദനം മുതൽ പ്രതിഷ്ഠ വരെയുള്ള 576 ശീലുകളാണ് നായാട്ടുവിളിയിൽ. ഓരോ ശീലുകളും ചൊല്ലുമ്പോൾ കൂടെയുള്ളവർ ആചാരവിളി മുഴക്കും. റാന്നി പുന്നമൂട്ടിൽ കുടുംബത്തിനാണ് നായാട്ടുവിളിക്കുള്ള അവകാശം. വേട്ടക്കുറുപ്പ് ഉൾപ്പെടെ 12 പേരാണ് സംഘത്തിലുള്ളത്. 18-ാം പടിക്ക് താഴെയുള്ള നിലപാട് തറയിൽ നിന്നാണ് നായാട്ട് വിളിക്കുന്നത്. തെക്കോട്ടു നോക്കി നിന്നാണ് ഈ ആചാരം. ന്യൂസ് 18 സന്നിധാനം. മകരവിളക്ക് കഴിഞ്ഞാലും ശബരിമലയിൽ നിന്നുള്ള കാഴ്ചകൾ അവസാനിക്കുന്നില്ല.